പെരുവന്നൂർ കള്ളപ്പണക്കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ദുരൂഹ നീക്കങ്ങൾ. CPM നേതാക്കൾക്കെതിരെ ഇഡിക്ക് നിർണായക മൊഴികൾ നൽകിയ സാക്ഷികളെ വിളിച്ചു വരുത്തുന്നു. മുൻമന്ത്രി AC മൊയ്തീനെതിരെ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ഏജന്റ് ജിജോർ ഉൾപ്പെടെയുള്ളവരെയാണ് സമൻസ് നൽകി വിളിപ്പിച്ചിട്ടുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ മുൻമന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീനെതിരെയും തട്ടിപ്പിന്റെ ആസൂത്രകൻ സതീഷ് കുമാറിനെതിരെയും ഇഡിക്ക് മൊഴി നൽകിയ KA ജിജോർ മജിസ്ട്രേറ്റിന് മുന്നിലും 164 മൊഴി നൽകിയിരുന്നു. ബാങ്കിലെ പാർട്ടി തലത്തിലെ ഇടപാടുകളെക്കുറിച്ച് AC മൊയ്തീന് അറിയാമായിരുന്നെന്നും നേതാക്കൾക്ക് ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നും വെളിപ്പെടുത്തിയതും ജിജോറായിരുന്നു. ഇഡിയുടെ പ്രധാന സാക്ഷിയായ ജിജോറിന് പല കോണുകളിൽ നിന്ന് കടുത്ത സമ്മർദ്ദവും ഉണ്ടായിരുന്നു. ഇഡി രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് ജിജോർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വിളിച്ചു വരുത്തുന്നത് ദുരൂഹമാണ്. സതീഷ് കുമാറിന്റെ ഫോൺ സംഭാഷണങ്ങളിൽ ജിജോറിനെതിരായ ശബ്ദഭാഗങ്ങളും ഉണ്ടായിരുന്നു. സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ജിജോർ ഇടനിലക്കാരനായിരുന്നു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ ജിജോറിന്റെ മൊഴിയുണ്ടായിരുന്നു. മുൻമന്ത്രിയായ K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരെല്ലാം രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാണ്. ഇവരടക്കം 28 പ്രതികളും ഓഗസ്റ്റ് 23-ന് നേരിട്ട് കലൂർ PMLA കോടതിയിൽ ഹാജരാകണം. 2 കുറ്റപത്രങ്ങളിലുമായി കേസിലാകെ 83 പ്രതികളാണുള്ളത്. ജനം, കൊച്ചി.